അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജഹ്ഫൽ മീഡിയയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഹമ്മദ് ആറാട്ട്. പ്രധാന വാർത്ത: ഇന്ന് 34,192 പേർക്ക് കൂടി കോവിഡ് അവധി തീവ്രമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേരളം വീണ്ടും ലോക്ക്ഡൌണിലേക്കെന്ന് സൂചന. ആവേശങ്ങളോടെ തർക്കിയ ബസിന് തുടക്കം. കുതിസിൽ അണിനിരുന്നത് 4 ടീമുകൾ. ഉദ്ഘാടന സെഷനിൽ അതിഥിയായി ഫൈസൽ എളൈറ്റ്. യുദ്ധക്കപ്പലിൽ സ്ഫോടനം, 3 നാവികർക്ക് ജീവഹാനി. മുംബൈ നാവിക കേന്ദ്രത്തിൽ INS രൺവീറിലാണ് പൊട്ടിത്തെറിയുണ്ടായത്. ദക്ഷിണാഫ്രിക്കക്കെതിരായ ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി. ഏകദിനത്തിലെ ആദ്യ മത്സരത്തിൽ 31 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. ബോളിംഗിലും ബാറ്റിംഗിലും ഇന്ത്യ മോശം പ്രകടനമായിരുന്നു. വാർത്തകൾ വിശദമായി. ഇന്ന് 34,192 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 37.17% പോസിറ്റിവിറ്റി നിരക്ക്. എറണാകുളത്തും തിരുവനന്തപുരത്തും 5,000-ലധികം പേർക്ക് കൂടി രോഗബാധയുണ്ട്. കേരളത്തിന്റെ അവസ്ഥ പരിതാപകരമാകുന്നു. വീണ്ടും ലോക്ക്ഡൌണിലേക്കെന്ന് സൂചന. മുഖ്യമന്ത്രി നാളെ മന്ത്രിമാരുടെ അവലോകന യോഗം വിളിക്കുമെന്ന് അറിയിച്ചു. ആവേശങ്ങളോടെ തർക്കിയ ബസിന് ഇന്നലെ തുടക്കം. കരുത്തരായ 4 ടീമുകൾ അണിനിരന്നു. കലാബീജത്തിന്റെ വിസ്മയ പോർക്കളം എന്ന പ്രമേയത്തിൽ കുതിസ് എന്ന പേരിൽ തുടങ്ങിയ 4 ദിവസം നീളുന്ന മത്സരങ്ങൾക്കാണ് ഇന്നലെ തുടക്കമായത്. സംഗമത്തിൽ തർക്കിയ വൈസ് ചാൻസലർ AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. മാപ്പിളപ്പാട്ടിലൂടെ അതിഥിയായെത്തിയ ഫൈസൽ എളൈറ്റ് വിദ്യാർത്ഥികൾക്ക് ആവേശം പകർന്നു. ഇപ്പോൾ വാശിയേറിയ മത്സരങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ടർക്കിയിൽ നിന്നും അബ്ദുൽ സമദ് വേലിങ്കോട് നമ്മളോടൊപ്പം ലൈനിലുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഹലോ അബ്ദുൽ സമദ്. ഹലോ, കേൾക്കാമോ? സമദ്, എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? വിദ്യാർത്ഥികൾ ആവേശത്തിലാണോ? ഫെൽസിന്റെ മത്സരങ്ങൾ ഇപ്പോൾ എങ്ങനെ നടക്കുന്നു? എല്ലാ വിദ്യാർത്ഥികളും മത്സരത്തിന്റെ ആവേശത്തിലാണ്. നമുക്ക് ഏത് ഗ്രൂപ്പാണ് കപ്പെടുക്കുക എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത്. 300ഓളം വിദ്യാർത്ഥികളുള്ള ഈ ടർക്കിയിൽ 300ഓളം വിദ്യാർത്ഥികൾ 4 ചേരികളിലായി ജുണ്ടോ, ജയ്ഷ്, ജഹ്ഫൽ, ഫൈലഖ് എന്ന് പറയുന്ന 4 ടീമുകളായി പലതരത്തിൽ ഓഫ് സ്റ്റേജ് ഇനങ്ങളിലായി മാറ്റിവെക്കുകയാണ്. ഇവിടെ ആര് കപ്പെടുക്കും, ആര് ഈ ഒരു കുതിസിന്റെ 2020 കപ്പെടുക്കുമെന്ന് തീർച്ചപ്പെടുത്താനാകാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. എന്നാൽ എല്ലാ ടീമംഗങ്ങളുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ സാഹചര്യം പരിശോധിക്കുമ്പോൾ എല്ലാ ടീമംഗങ്ങൾക്കും അവരുടെ ടീമാണ് കപ്പെടുക്കുക എന്ന ആർജവമാണ് അവരുടെ മുഖങ്ങളിലെല്ലാം വ്യക്തമാകുന്നത്. ഇവിടെ നമ്മോടൊപ്പം നമ്മുടെ ഫെസ്റ്റിന്റെ ഈ ഒരു കുതിസ് ഫെസ്റ്റിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നു ജഹ്ഫൽ പ്രതിനിധി ഹാഷിം തൊടുപുഴ. ഹാഷിം, താങ്കൾക്ക് എന്താണ് ഈ ഒരു ടർക്കിയ ഫെസ്റ്റിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഈ ഫെസ്റ്റിൽ ആര് കപ്പെടുക്കുമെന്നാണ് നിലവിലെ ഫലങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്? വളരെയധികം കാത്തിരിപ്പിന് ശേഷം 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ടർക്കിയിൽ ഇങ്ങനെയൊരു ഫെസ്റ്റ് സംജാതമാകുന്നത്. തീർച്ചയായും കുട്ടികൾക്ക് വളരെ ആവേശകരമേറിയ ഒരു ഫെസ്റ്റ് തന്നെയാണ് കുതിസ് എന്നുള്ളത്. അതിലുപരി ലീഡർമാരുടെയും സംഘാടകരുടെയും ഇവന്റ് മാനേജ്മെന്റിലെ ആണെങ്കിൽ പോലും വളരെ അവിശ്രമമേറിയ രാവുകളാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. അതിന്റെ ഫലമായിട്ടാണ് ഫെസ്റ്റ് ഇത്രയധികം വിജയകരമായത്. അതുപോലെ തന്നെ ഇതുവരെയുള്ള റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ജഹ്ഫൽ തന്നെയാണ് മുന്നിലുള്ളത്. അത് ഫെസ്റ്റിന്റെ അവസാന ദിവസം വരെ തുടരുമെന്ന ലീഡർ ഉച്ചേസനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെയധികം ഇന്നലത്തെ ഉദ്ഘാടന സംഘം തന്നെയാണെങ്കിലും വളരെയധികം ആവേശം കൊള്ളിക്കുന്നത് തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. എന്താണ് താങ്കളുടെ ഈ ഒരു ഓഫ് സ്റ്റേജ് മത്സരത്തിൽ താങ്കളുടെ ഗ്രൂപ്പിന്റെ നില ഇപ്പോൾ? വളരെയധികം റിസൾട്ടുകൾ വന്നാണ് എല്ലാവരും ശ്രമിച്ചതാണ്. വളരെയധികം ആധിപത്യം പുലർത്തുന്ന രീതിയിലാണ് ജഹ്ഫൽ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഫെസ്റ്റിന്റെ അവസാനം വരെ നിലനിർത്തുമെന്ന് ഞങ്ങൾക്ക് ലീഡർ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. കാരണം വളരെയധികം വളരെയധികം പരിശ്രമിച്ച് വളരെയധികം കുട്ടികളെയൊക്കെ നല്ല രീതിയിൽ ട്രെയിനിങ് നടത്തി അതിന് സജ്ജരാക്കുന്നത് ഞങ്ങൾക്കെല്ലാം സാക്ഷികളാണ്. ഇതിന് വളരെയധികം നന്ദിയുണ്ട് താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്ക്. ഇവിടെ വളരെയധികം വാശിയേറിയ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മുടെ ഹാഷിം ഇടുക്കി തൊടുപുഴ നമ്മോട് പങ്കുവച്ചത്. നമുക്ക് ഈ ഒരു മത്സരത്തിന്റെ അവസാനം നമുക്ക് കണ്ടറിയാം. ഉമറുൽ ഫാറൂഖ് നഗറിൽ നിന്നും ക്യാമറമാൻ റനീസ് ഇതിനൊപ്പം അബ്ദുൽ സമദ് വിളിയുമ്പോൾ.
താങ്ക് യു അബ്ദുൽ സമദ്. തർക്കിയ ടെസ്റ്റ് വളരെ ആവേശകരമായി മുന്നേറുന്നു. എല്ലാ ടീമുകളും ആവേശത്തിലാണ് നമുക്കറിയാൻ കഴിയുന്നു. ഉമർ ഫാറൂഖ് നഗറിൽ നിന്നും അബ്ദുൽ സമദാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത്. യുദ്ധക്കപ്പലിൽ സ്ഫോടനം, 3 നാവികർ മരിച്ചു. മുംബൈയിലെ നാവിക കേന്ദ്രത്തിൽ കപ്പൽ നിർമ്മാണശാലയുണ്ടായ സ്ഫോടനത്തിൽ 3 പേർ മരിക്കുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ ചിലരുടെ സ്ഥിതി ഗുരുതരമാണ്. INS രൺവീർ എന്ന കപ്പലാണ് സ്ഫോടനം ഉണ്ടായത്. ഉടൻ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതായും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയതായും നാവിക അധികൃതർ വ്യക്തമാക്കി. ഒരൽപ്പം ഇടവേളയ്ക്ക് ശേഷം കായിക വാർത്തകളിലേക്ക്. റോഡ് മുറിച്ചു കിടക്കുന്ന റെയിൽ മുറിച്ചു കിടക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ പുത്തൻ ശേഖരം വിക്കിമാൾ കുറഞ്ഞ വിലയിൽ കൂടുതൽ സാധനം, വിലവർദ്ധിച്ചും ഗുണങ്ങൾ മെച്ചം, ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഡെലിവറി തികച്ചും സൗജന്യം. തുറക്കിയ കൂളർ സ്റ്റാൻഡിന് സമീപം നന്ദി ബ്രാഞ്ചുകൾ തലശ്ശേരി, കുണ്ടോട്ടി, വടകര. കായിക വാർത്തകളിലേക്ക്. ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക വിജയം. ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 31 റൺസിനാണ് ഇന്ത്യയെ ദക്ഷിണാഫ്രിക്ക പരാജയപ്പെടുത്തിയത്. ദക്ഷിണാഫ്രിക്ക 50 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 296 റൺസ് എടുത്തപ്പോൾ ഇന്ത്യയുടെ പോരാട്ടം 265 അവസാനിപ്പിച്ചു. 79 റൺസ് എടുത്ത ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയാണ് ടോപ്പ് സ്കോറർ. ദക്ഷിണാഫ്രിക്കയിലെ ടെംബ ബാവു 129 റൺസ് എടുത്ത് ടോപ്പ് സ്കോററായി. മാൻ ഓഫ് ദി മാച്ച് ടെംബ ബാവു ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. പരമ്പരയിൽ ദക്ഷിണാഫ്രിക്ക 1-0 മുന്നിലെത്തി. വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് 34,192 കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് അതിതീവ്രമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേരളം വീണ്ടും ലോക്ഡൌണിലേക്കെന്ന് സൂചന. ആവേശങ്ങളോടെ തർക്കിയ ഫെസ്റ്റിന് തുടക്കം. കുതിസിൽ അണിനിരന്നത് 4 ടീമുകൾ. ഉദ്ഘാടന സെഷനിൽ അതിഥിയായി ഫൈസൽ എളൈറ്റ്. യുദ്ധക്കപ്പലിൽ സ്ഫോടനം, 3 നാവികർക്ക് ജീവഹാനി. മുംബൈ നാവിക കേന്ദ്രത്തിൽ INS രൺവീറിലാണ് പൊട്ടിത്തെറിയുണ്ടായത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി. ഏകദിനത്തിലെ ആദ്യ മത്സരത്തിൽ 31 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. ബോളിംഗിലും ബൌളിംഗിലും ഇന്ത്യ മോശം പ്രകടനമായിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു. അടുത്ത ന്യൂസുമായി 6 മണിക്ക് ഇതേസമയം കാണാം. അതുവരേക്കും ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.